ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ എനർജിയിലുള്ള ആണ് ഇരിക്കുന്നത്, ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വിക്ടിം, ഡിസ്കവറി, വർക്ക്ഹോളിക്, ഗോസിപ്പ്, ജോയ്. ഇതിലെ വേറെ ഒരു ഡെക്കില് ഇതാണ് ഇരിക്കുന്നത്. എക്സ്പാൻഷനാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ കാർഡ് ഇതിൻ്റെ ഇതിൽ അറിയാതെ വന്നതാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അത് ഇന്നത്തെ വേണമായിരിക്കാം. അത് ഞാൻ അടുക്കി വെച്ചപ്പോൾ ഇതിൽ വന്നതായിരിക്കും. പ്രൊജക്ഷൻസ്, ഫ്രണ്ട്ലിനെസ്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ അറിയേണ്ട മെസ്സേജ് ആയിരിക്കും. ഡ്രീം, ഗിൽറ്റ്, ഇന്നസെൻസ്. നമുക്ക് ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് വിക്ടിമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. അയ്യോ എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി. അതായത് മറ്റുള്ളവർ കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, അങ്ങനെയൊക്കെ ചിന്തിക്കും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളെയും കുറ്റം പറയും, മറ്റുള്ളവരെയും കുറ്റം പറയും. കാരണം ആൾറെഡി കുറേ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഉള്ള ആൾക്കാരുടെ എനർജിയാണത്. പിന്നെ അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും ഒരു റിജക്ഷൻ ആയിരിക്കാം കേട്ടോ. അതുകൊണ്ട് റിജക്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല ഇതുവരെ. സ്റ്റിൽ അത് നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അത് നിങ്ങളെന്നല്ല, എല്ലാവരും ഏകദേശം ഒരു 90% ആൾക്കാരും ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കും. ഒന്നും നിങ്ങളില്ല. കാരണം പലപ്പോഴും അത് പലർക്കും കളയാൻ പറ്റൂല. കാരണം അത്ര വലിയ വേദനയിലൂടെ കടന്നു പോയതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് കളയാൻ പറ്റൂല. അത് എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരുപാട് ടെൻഷനിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം നമ്മളെ മനസ്സ് ഒന്ന് ശാന്തമാക്കി വെക്കാൻ ശ്വാസ നിരീക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ കുറേ ആയി കഴിയുമ്പോൾ, നമുക്ക് കുറേ കാലം ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അത് പതിയെ ഈ ഇമോഷനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം കുറേ കാലം കൊണ്ട് നമ്മൾ ശീലിച്ച കാര്യം നമ്മൾ പെട്ടെന്ന് 1, 2, ഒരാഴ്ചയോ ചിലപ്പോൾ 1 മാസമോ കൊണ്ട് നമുക്കതിന് വലിയൊരു ഫലം വരില്ലായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ച് നോക്കിയാൽ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാം. കാരണം കുറച്ച് ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാർ മാത്രം ഞാനിങ്ങനെ പോയാൽ പോരല്ലോ, ഞാനിതൊന്ന് മാറണമല്ലോ. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നുമില്ല, നമ്മൾ സ്വയം അംഗീകരിക്കുന്നു. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിങ്ങനെ പോയാൽ പോരാ, എനിക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. പിന്നെ സെയിം ടൈം നിങ്ങളിങ്ങനെ വളരെ ഇതിൽ വിഷമിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇരയുടെ മനോഭാവം അത് നല്ലൊരു കാര്യമല്ല കേട്ടോ. നമ്മളുടെ ജീവിതം അതിന് സ്രഷ്ടാവ് നമ്മൾ തന്നെയാണ്. നമ്മളുടെ സൃഷ്ടാവ്. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരണം എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഡിസ്കവറിയാണ്. നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന നിങ്ങളുടെ തന്നെ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്.
ചിലപ്പോൾ അത് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ളൊരു പവറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ഈ ഒരു സമയം കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഒരു ഹാർട്ട് ചക്ര ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് ഹീൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹീലിംഗ് എന്നുള്ളത് ഒരു മുറിവ്, നമുക്ക് സംഭവിച്ച ഒരു മുറിവ് ഉണങ്ങുന്നതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഹീലിംഗ് എന്നാൽ എന്താണ് ഹീലിംഗിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമുക്ക് വളരെ വലിയ വേദന നിന്നും പതിയെ അത് നമ്മൾ പുറത്തു വരുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവുണ്ടായി, അത് വളരെ സ്ലോലി അത് ഉണങ്ങി ആ മുറിവ് ഉണങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിനാകാം മനസ്സിനാകാം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്നൊന്നും അത് ഉണങ്ങൂല, അഥവാ ഉണങ്ങിയാലും അതിൻ്റെ പാടുകൾ ഇങ്ങനെ ഉണ്ടാവും. ശരീരത്തിന് പെട്ടെന്ന് അത് ചിലപ്പോൾ മാറിപ്പോകും, മനസ്സിൻ്റെ ആ മുറിവുകളുടെ പാടുകൾ അവശേഷിക്കും. പക്ഷെ അത് നമുക്ക് തീരുമാനിക്കാം, നമുക്കത് ആ പാടുകൾ വളരെ വലിയ ഇതായിട്ട് അവിടെ വെക്കണോ, അതോ അത് വല്ല മരുന്നും പുരട്ടി അതങ്ങ് ഇല്ലാതാക്കി കളയണമെന്ന്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഒരു കഴിവ് അത് നിങ്ങൾ ഈ ഒരു സമയം കണ്ടുപിടിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ആ സോളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നു. എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിയാണ് പോകേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഇത് കിട്ടുന്നു. ഡിസ്കവറി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നു. അത് വേറെ ആരും കണ്ടുപിടിച്ച് തരുന്നതല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ വർക്ക് ഹോളിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എപ്പോഴും ജോലി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ഉത്തരവാദിത്തങ്ങൾ, കുറേ ബാധ്യതകൾ. അപ്പോൾ ഇതിൽ ജോലി, വീട്ടിൽ ജോലി, കുറേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ അതിൽ നമ്മളെ മറന്നു പോകുന്നുണ്ട്, നമ്മളുടെ ഇഷ്ടങ്ങൾ മറന്നു പോകുന്നുണ്ട്, നമ്മളുടെ സന്തോഷങ്ങൾ മറന്നു പോകുന്നുണ്ട്. കാരണം കുറേ ആൾക്കാരും വലിയ ജോലി, നല്ല മറ്റുള്ളവർ കൊതിക്കുന്ന തരത്തിലുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അവിടെ മുഴുവൻ സ്ട്രെസ് ഉണ്ട്. വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ജോലി ചെയ്യുന്നു, നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മളുടെ കരിയർ ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഈ രണ്ടിനും ഇടയ്ക്ക് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ പലരും ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നമുക്ക് എന്താണ് സന്തോഷം, നമ്മൾ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മളായിട്ടിരിക്കാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കുറേ ആൾക്കാർ പണം സമ്പാദിക്കാനായിട്ട് നെട്ടോട്ടോടുന്നു, കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമയവും നമ്മളുടെ സന്തോഷം മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സ്വയം സന്തോഷിക്കുന്നു എന്ന് സ്വയം കബളിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതൊരു കബളിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമൊന്നും വരില്ല. അത് ഒരു പുറംപൂച്ച് മാത്രമാണ്. മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അത് ഒരു പുറമേ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. നമുക്കൊരു സന്തോഷം വേണം. അതിന് നമ്മളുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ സ്വന്തം ആവശ്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഗോസിപ്പാണോ എന്നിട്ടുള്ളത് മറ്റുള്ളവരെന്ത് പറയും എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എന്നെപ്പറ്റി മോശമായിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ മോശമായിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ പ്ലീസ് ചെയ്ത് വയ്ക്കൂ. എന്നെപ്പറ്റി ഇപ്പോൾ അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവരെന്നെപ്പറ്റി മോശം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് പ്ലീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പറ്റി എല്ലാവരും നല്ലത് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ നല്ലത് പറയും, ചില ആൾക്കാർ മോശം പറയും. അപ്പോൾ നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാ കാലവും എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റൂല.
നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട. നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ശരികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നുണ്ടോ അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടേ. ഞാൻ ചെയ്യുന്ന ഈ ഒരു ശരി, എൻ്റെ ഈ ശരിയാണ്, ഇത് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടാകുന്നുണ്ടോ, ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് മറ്റുള്ളവരൊന്നും പറയരുത് എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഗൈഡൻസ് ആണ്. പിന്നെ ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞത് നിങ്ങൾ അറിയും. ചിലപ്പോൾ നല്ലത് പറഞ്ഞതും അറിയും, ചിലപ്പോൾ മോശം പറഞ്ഞതും അറിയും. നിങ്ങൾ ഇതിൽ ഇപ്പോൾ മറ്റുള്ളവരെക്കാളും അട്രാക്റ്റീവാണ് നിങ്ങളെന്ന് പറഞ്ഞത് അറിയും. നിങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയും. നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായിരിക്കാം. അപ്പം മറ്റുള്ളവരൊക്കെ നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഇവർക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം. കാരണം അത്രയധികം നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിഗർ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പൊതുവേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഒരു മാറ്റം, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ അപ്പിയറൻസിൽ ഒക്കെ മാറ്റം വന്നു. അപ്പം അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം ചിലപ്പോൾ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അറിയാമായിരിക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളുടെ ഈ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ, ഇതിൽ വേറെ ആരും വേദനിക്കുന്നില്ല, എന്നാൽ നമ്മൾ ഓക്കെയാണ്. അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പോകണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ജോയിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ വരണ ഒരു ദിവസമാണ് കേട്ടോ. ഒരു ഈ ഓവർ തിങ്കിങ് കഴിഞ്ഞ് നിങ്ങളൊന്ന് വളരെ വെയ്റ്റ്ലെസ് ആയിട്ട്, ഒരു ഭാരം ഇല്ലാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഒരു ഹൃദയത്തിലെ ഭാരമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ വളരെ ജോയ്ഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പം പൊട്ടിച്ചിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കുക. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നുള്ള പൊട്ടിച്ചിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ചിരിക്കരുത്, ചിരിച്ചാൽ കരയും. അപ്പം ഈ ചിരി വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് അയ്യോ ഇനി കരയേണ്ടെന്ന് വിചാരിച്ചാൽ ആ ചിരി അങ്ങ് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയല്ല. ചിരിച്ചാൽ കരയും എന്നുള്ളത് ആരോ എപ്പോഴോ ഉണ്ടാക്കി വെച്ച ഒരു പ്രോവർബ് പോലെ അങ്ങനെയാണ്. അതൊരു എന്താണ്, അത് അത്രമാത്രം നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ അതിലപ്പുറം നമ്മളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നാണ്. നമ്മൾ ചിരിച്ചാൽ കരയും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും കരയും, അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രം ചിന്തിക്കുക. ഇപ്പം ചിരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ചിരിക്കുക, പുഞ്ചിരിക്കുക. എപ്പോഴും സദാ പുഞ്ചിരി നമ്മളുടെ ചുണ്ടിൽ വേണം എന്നാണ് കേട്ടോ. നമ്മളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വരുമ്പോൾ തന്നെ നമ്മളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിൽ പ്രൊജക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരിലൂടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധാരണയായിരിക്കാം മറ്റുള്ളവർ അങ്ങനെയാണ് എന്ന്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരിലൂടെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മാറ്റിക്കളയുക. ഈ മുൻവിധികൾ വേണ്ട എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അത് എനിക്കാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് കാണുന്നത്. പിന്നെ ഫ്രണ്ട്ലെസ് ആണ്. ഫ്രണ്ട്ലെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ആരോ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സൗഹൃദമോ പ്രണയമോ ഒക്കെ പാസ്റ്റിൽ നിന്നുള്ളതും വരാം. ഈ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലായിരിക്കാം. കാരണം നിങ്ങൾ വല്ലാത്ത സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. സെയിം ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഏതോ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഒരു പകൽ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ഇത്രയും ഇഷ്ടമുള്ള ഒരാൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ
പകൽ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിൽ ഉള്ള കാര്യം റിയലായിട്ട് സംഭവിക്കാത്തത് കൊണ്ടുള്ളൊരു ഗിൽറ്റും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പാസ്റ്റിൽ നിന്നുള്ള ചില മെമ്മറീസാണ്, പാസ്റ്റ് മെമ്മറീസാണ്. അപ്പം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വ്യക്തികളോടൊപ്പം ഇരിക്കണമെന്നോ അവരോടൊപ്പം യാത്ര ചെയ്യണമെന്നോ ഒക്കെ, അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ ജീവിക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അത് സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അപ്പം ദിവാസ്വപ്നം ആണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ എപ്പോഴും ആ ഒരു ഇതിൽ തന്നെ ഇരിക്കാതിരിക്കുക. നമുക്ക് സ്വപ്നം കാണാം, അത് പ്രാക്ടിക്കലാണോ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ചില സ്വപ്നങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ബാക്കിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മൾ നെയ്യുമ്പോൾ ഇത് എനിക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ മൂഡ് ഓഫ് ആവണതും ഡിപ്രഷനിൽ പോകുന്നതും റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളപ്പോഴാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇന്നസെൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ഒരു പ്യൂരിറ്റി അതിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഇന്നസെൻസ് എന്നത് നിഷ്കളങ്കമായ ഒരു സ്വഭാവമാണ്. അത് കുഞ്ഞുങ്ങൾ അത്ഭുതത്തോടെ നമ്മൾ ഓരോന്നിനെയും കാണാൻ ശ്രമിക്കുക. ഒന്നും അറിയില്ലാത്ത പോലെ നമ്മൾ ഓരോ കാര്യത്തെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ, ഇതെനിക്ക് അറിയാമെന്ന് വിചാരിച്ചാൽ ഒന്നും നമ്മൾ പഠിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമായാൽ പോലും ഇതൊന്ന് എന്താണ് പറയുന്നത് കേൾക്കാലോ എന്ന് വിചാരിക്കുക. ആ ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു നോക്കുക. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷെ സെയിം കാര്യം വേറൊരാൾ പറയുന്നത് ഇത് എനിക്കറിയാം എന്നുള്ള ചിന്തയിൽ പകരം അയാൾ എന്താണ് പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കിയാലോ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച കാര്യത്തെക്കാളും കൂടുതൽ കാര്യം അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മുടെ ഈഗോ പലപ്പോഴും സമ്മതിക്കാറില്ല. ഈഗോ വിട്ടിട്ട് ഒരു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും വലിയൊരു കാര്യമാകാതെ എന്നാൽ എല്ലാം വളരെ ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു കുട്ടിയുടെ മനോഭാവത്തോടെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് വലിയ വലിയ ടെൻഷനൊന്നും എടുക്കേണ്ടി വരില്ല. ഗിൽറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിനെ പോയി തിരുത്താൻ പറ്റൂല, പക്ഷെ നമ്മളെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് വീണ്ടും നമ്മൾ വിഷമിച്ചിരുന്നാൽ നമുക്ക് മുന്നിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല, സ്വയം പുറത്തു കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ സ്വയം പൊറുക്കാൻ പഠിക്കണം. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകൾ വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ കോൺഫിഡൻസ് കുറയ്ക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പഴയ ഓർമ്മകളാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ ഇതാക്കണത്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നടന്നത്. അത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും, നമുക്കും തെറ്റുപറ്റി എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. പിന്നെ ഇതിൽ എക്സ്പാൻഷൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വളരുന്നൊരു സാഹചര്യമാണ് കേട്ടോ. ഇതിൽ നിങ്ങളുടെ ആ ഒരു മണിപൂരക ചക്രം അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രം ഒക്കെ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ക്രിയേറ്റിവിറ്റി അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ക്രിയേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ വളർച്ച ഒരുപാട് വളർന്ന് പന്തലിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളർച്ചയുണ്ട്. അപ്പം നമ്മൾ ഈ ഗിൽറ്റ് ഫീലിങ്ങിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ മുന്നോട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് നന്നായിട്ട് പോകാമെന്ന് മാത്രം നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ശരിക്കും ഒരു ബ്ലെസ്സിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ട്. നിങ്ങളെ ആത്മീയപാതയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരൊക്കെയോ ഉണ്ട്. അതാണ് ഈ ഔൾ പറയുന്നത്, ഗൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം ഈ ഒരു സമയം സ്വയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇനി
ഏഞ്ചൽ ആൻസേഴ്സ് ഒന്ന് നമുക്കൊരു ഇന്നത്തെ ദിവസത്തെ ഒരു നമുക്കെടുക്കാം. സക്സസ് ആണ്. അപ്പം ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സക്സസ്സിലേക്കാണ് പോണതെന്നാണ് ഇന്ന് ഈ കാർഡ് പറയണത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സക്സസ്സിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട. നമ്മളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വേണ്ട. വിക്ടിം മെൻറ്റാലിറ്റി, മറ്റാരെങ്കിലുമൊക്കെ നമ്മളെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് വേണ്ട. ആർക്കും നമ്മളെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല, നമ്മൾ അറിയാതെ. അതാദ്യം മനസ്സിലാക്കുക. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മളിൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം ഇല്ലാതായി പോവുള്ളൂ. അപ്പോൾ എന്ത് കാര്യം നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും അതിനൊരു കാരണമുണ്ട്, അതിൽ നിന്നൊരു പാഠമുണ്ട്, അതിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനും പറ്റും. അത് എത്ര മോശം കാര്യം സംഭവിച്ചാലും. അപ്പം അതെപ്പോഴും മനസ്സിലാക്കുക. ഒരു കാർഡ് കൂടി എടുക്കാം. ട്രസ്റ്റാണ്, വിശ്വസിക്കാനാണ് പറയണത്. ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾ ആ പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. ഈ ഒരു സമയം ആ ഒരു പ്രോസസ്സ് നടക്കുന്നു. നാളെ നിങ്ങൾക്ക് സക്സസ് ആണുള്ളത്. അത് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.